ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ വീഡിയോസ് ഒരു ഓട്ടോഗ്രാഫാണ് കേട്ടോ. അത് കണ്ടപ്പോഴാണ് ഇതൊന്ന് എടുക്കാൻ വിചാരിച്ചത്. ഇത് 2000 കാലഘട്ടത്തിൽ എൻ്റെ ഒരു ഓട്ടോഗ്രാഫാണ്. 2000 SLCത്തെ ഓട്ടോഗ്രാഫാണ് കേട്ടോ. നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഇങ്ങനെയൊന്നും എല്ലാ ഓട്ടോഗ്രാഫിലൊന്നും എഴുതലേ തോന്നുന്നുണ്ട്. ഇതിൻ്റെ മോളതാണ് കേട്ടോ. ഇത് 2015 കേട്ടോ. 2020. ഇത് 2020 ഇത് 2000 വർഷം മുമ്പത്തെ ഒരു ഓട്ടോഗ്രാഫാണ്. ഇത് ഇങ്ങനെ എല്ലാം തട്ടി കുട്ടിയപ്പോൾ ഒന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം ഇതെന്താണ് എഴുതിയത്. ഇത് സഫ്രീനാണ് ഒരു കുട്ടി എഴുതിയതാണ്. അന്നത്തെ നിഷ്കളങ്കമായ സ്നേഹത്തിന് മുമ്പിൽ ഒരിറ്റി കണ്ണീരിൻ്റെ മുമ്പിൽ ഒത്തിരി സ്നേഹമുണ്ടെങ്കിൽ വെറുക്കരുത് ഈ പാവം പെണ്ണിനെ ബൈ സഫ്രീന 10C. ഇതൊക്കെ ചെതൽ പിടിച്ചിട്ടോ. ഒരു 10C ആയിരുന്നു. ഒന്നും കാണൂല, ഒക്കെ പോയി ചെതൽ പിടിച്ച് പോയതാണ്. ഇത് നോക്കാം നമുക്ക്. സത്യം മാത്രം ലക്ഷ്യമാക്കി, സ്നേഹം മാത്രം ആധാരമാക്കി, പഠനം മാത്രം പൂർത്തിയാക്കി, വിജയം മാത്രം കരസ്ഥമാക്കുക. ഇതാരാ? നിഹിത. 10ാം ക്ലാസ്സാണ്. കാണില്ല, ക്ലാസ് ഇതാണല്ല. പിന്നെ ഇതെന്താണ്? എൻ്റെ ഗുഡ് ഭാവിക്ക് എൻ്റെ ബെസ്റ്റ് ആശംസകൾ റസീന 10E. ഈ ക്ലാസ്സിലെ ആളാണ് കേട്ടോ. അത് ഓർമ്മയുണ്ട്, ആരാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഇവരൊക്കെ വെറുതെ കുത്തി വരച്ചതാണ്. ഇതെന്താണ്? ഒലിവുള്ള കായലിൽ കൊണ്ടില്ലാണ് കേട്ടോ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഒലിവുള്ള കായലിൽ ഓളങ്ങൾ തുള്ളുമ്പോൾ ഓർക്കും ഞാൻ ഈ ഓമന ജുവേരി വൈ നസീം ഉണ്ണി മൂസിന എന്ന കുട്ടീൻ്റെ ആണ് കേട്ടോ. ഇപ്പൊക്കെ വലിയ ആളേക്കും. ഇത് സുനിത എന്താണ് എഴുതിക്കണത്? ആടി ഉലയുന്ന കാറ്റിനോടും പാറിപ്പറക്കുന്ന വണ്ടിനോടും ഞാൻ ചോദിക്കാറുണ്ട്, കാണാറുണ്ടോ? 10A പഠിക്കണ സുനിത അറിഞ്ഞ ആൾ എഴുതിയതാണ്. ആളല്ല, മൈ ഫ്രണ്ട്സ്. പച്ച പിടിച്ച താരവരിലൂടെ പടിഞ്ഞാറിൻ്റെ തീരത്ത് ഇണയെയും കാത്തിരിക്കുമ്പോൾ എന്നെയും ഓർക്കണം സഹോദരി ബൈ ആരാണ്? സർഫു. റിമെമ്പർ വി വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ആരാണാവോ? ഇതെന്താണ്? സയജ്ഞങ്ങൾ എത്ര കഴിഞ്ഞാലും നവോത്സരങ്ങൾ എത്ര കഴിഞ്ഞാലും മറക്കില്ല ഞാനൊരിക്കലും എന്നെ സുഹൃത്ത് ബന്ധം. ഇതെനിക്കും അറിയാം കേട്ടോ. അത് 10C പഠിച്ച ഒരു കൗലത്ത് പറഞ്ഞത്. വിഷു ഇതൊക്കെ ചെതലടിച്ചു പോയോ. ഇതാരാണാവോ? ഷിഹാബ്. എന്താണ്? വിഷ് യു ആർ ഓൺ ലൈഫ് ഈസ് എ സിമ്പിൾ വെൻ യു ആർ ഡ്രോബിൾ. വേണ്ട. ഇത് രസമില്ലേ? ആലയൊഴിയുന്ന തിരമാലകളോടും മാഞ്ഞു വീശുന്ന കാറ്റിനും ഞാൻ ചോദിക്കുന്നു, ഇന്ന് പിരിഞ്ഞ ഞാൻ വളരെ ഏറെ ദുഃഖിക്കുന്നു. ഇതാരാണ്? ഇത് ഒപ്പം പഠിച്ച കുട്ടി. പിന്നെ 7ാം ക്ലാസ്സിൽ നിന്ന് പിരിഞ്ഞുള്ളത്. അതാണത്. ഇത് അന്നത്തെ ഒരു ട്രെൻഡ് കേട്ടത്. കണ്ണീർ കായലിലേതോ കടലാസിൻ്റെ തോണി, കരയും കാറ്റിൽ അലയും നമ്മൾ, പിരിയും മാർച്ച് മാസം. ഓക്കെ. ബറീറ കൂളിക്കൽ. ഓർമ്മയുണ്ട്. എന്താണ്? കണ്ണുകളുണ്ടും. ഇതൊക്കെ റംല 10E ക്ലാസ്. എന്നൊക്കെ ഫോട്ടോഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും എഴുതുട്ടത്. നമുക്കറിയണവരും അറിയാത്തവരൊക്കെ എഴുതിയിരുന്നു. പിന്നെന്താ? 1000 വർണ്ണങ്ങളുടെ കണ്ണീരിൻ്റെയും അടിപൊളി വർഷം നമ്മോട് വിട പറഞ്ഞു ഐഷ ജസ്ന. അതൊക്കെ ഇതെന്താ സംഭവം അറിയാം? SSLC എന്ന മരത്തിൽ കയറുമ്പോൾ PDC എന്ന ചില്ലയിൽ പിടിച്ചാലും മിനർവ എന്ന കിണറ്റിൽ ചാടരുത്. ഈ മിനർവ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നമ്മളന്ന് 10ാം ക്ലാസ് തോറ്റ് കഴിഞ്ഞാലൊക്കെ ഒരു കോളേജ് ഉണ്ട്. ഇനി അന്ന് മിനർവ കോളേജിലാണ് പഠിക്കുക. അതാണ് ആ കോളേജ്. മിനർവ എന്ന കിണറ്റിൽ ചാടരുത് ബൈ അനീഷ്. ഓർമ്മയില്ല, അനീഷ ഓർമ്മയുണ്ട്. ഇതെന്താണ്?
അങ്ങനെ ഈ ഓട്ടോഗ്രാഫിൻ്റെ കഴിഞ്ഞു കേട്ടോ. അതാണ് ഇതെന്താ സംഭവം? ഇവിടെ ചൊല്ലി അന്ന് ശുക്രിയ സിനിമ ഇറങ്ങിയ സമയം കേട്ടോ. അതന്നെ ഇവിടെ ചൊല്ലി പിരിയുമ്പോൾ കല്ലുപൊട്ടി കരയുമ്പോൾ സഹോദരി റഫീഖ ഓർമ്മയുണ്ട്. മിലത്തി സ്നേഹമുണ്ടെങ്കിൽ മറക്കരുത് പാവം പെണ്ണിനെ സഫ്രീന. ഓക്കെ, ഇത് എൻ്റെത്. ഇത് അങ്ങനെ 10ാം ക്ലാസ്. ഇത് മോളതാണ് കേട്ടോ. ഫോട്ടോഗ്രാഫി നമുക്ക് നോക്കാം എത്ര മാറ്റങ്ങളുണ്ട്. കണ്ടില്ലേ, മാറ്റങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഒരു പൂർണ്ണചന്ദ്രനെ പോലെ എൻ്റെ ഭാവി ജീവിതം ശോഭിക്കട്ടെ. ഓർക്കാനായി 10 ബിയിലെ ഓർമ്മകൾ ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഈ ചിതലൊരുക്കുന്നത്? അപ്പോൾ ഒരേ മയത്തെ ഫോട്ടോഗ്രാഫി തന്നെ കേട്ടോ എല്ലാവർക്കും. സഹായിക്കുന്നവരെ മറക്കരുത്, സ്നേഹിക്കുന്നവരെ വെറുക്കരുത്, വിശ്വസിക്കുന്നവരെ ചതിക്കരുത്. ജീവിതത്തിൽ നിന്ന് വാക്കുകളൊക്കെ ഒരുപോലെ തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോഗ്രാഫി നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.